കല്യാണ സീസണിലെ ബ്രൈഡൽ വർക്കുകളെല്ലാം കഴിയുമ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു സൈഡ് ആകും. അതുകൊണ്ട് തന്നെ ഓരോ സീസൺ കഴിയുമ്പോഴും ശരീരത്തിന് ഒരു റെജുവിനേഷൻ അത്യാവശ്യമാണ്. ഇത്തവണ ഞാൻ ചൂസ് ചെയ്തത് സമേതയുടെ 3 days റെജുവിനേഷൻ പാക്കേജ് ആണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഭക്ഷണവും ഉറക്കവും ഇല്ലാത്ത യാത്രകളും മണിക്കൂറുകൾ നിന്നുകൊണ്ടുള്ള വർക്കും അതെല്ലാം കഴിഞ്ഞ് ജൂണിലെ ഞങ്ങളുടെ ചെറിയ ചെറിയ ഷൂട്ടുകളും എല്ലാം കഴിഞ്ഞ് ജൂലൈയിലാണ് എനിക്ക് ട്രീറ്റ്മെന്റിന് സമയം കിട്ടിയത്. എന്തായാലും കർക്കിടകമായല്ലോ. 3 ദിവസമായിട്ടാണ് എന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞിരുന്നത്. ആദ്യത്തെ 2 ദിവസവും ഒരേപോലെ. ആദ്യം നല്ല അടിപൊളി ഒരു ഹെഡ് മസാജ്, അത് കഴിഞ്ഞത് ഹെയർ പാക്ക്, പിന്നെ ഫേസിൽ ഓയിൽ ഇട്ട്, അത് അവരുടെ തന്നെ ഓയിലാണ്, ഒരു മസാജ്, പിന്നെ ഒരു ഫേഷ്യൽ പാക്ക്, അതുപോലെ ബോഡിയിലും ഓയിലിംഗ്, പിന്നെ ഒരു പാക്കും. ആദ്യത്തെ 2 ദിവസവും ഈ സ്റ്റെപ്പുകളിൽ ഒരുപോലെയായിരുന്നു. പോസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. സമേതയുടെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കൺമഷിയും ലിപ് ബാമും അവർ തന്നിരുന്നു. 3rd ഡേയിലും ഒരു ഹെഡ് മസാജോട് കൂടിയാണ് തുടങ്ങിയത്. പക്ഷെ ഇത്തവണ ഹെയർ മാസ്ക് ഇല്ല കേട്ടോ, പകരം നമ്മൾ ശിരോധാരയാണ് ചെയ്യുന്നത്. 3rd ഡേയിൽ ഫേസിന് വേണ്ടി ഒരു കംപ്ലീറ്റ് ഫേഷ്യൽ തന്നെ ഉണ്ടായിരുന്നു. ഫേസ് ഓയിൽ മസാജ്, സ്ക്രബിംഗ്, അതുപോലെ ക്ലീൻ അപ്പ്, പിന്നെ സ്റ്റീം, ഫൈനലി ഫേസ് പാക്കും ഞവരക്കിഴിയും. ബോഡിയിൽ അതുപോലെ ആദ്യ 2 ദിവസത്തെയും പോലെ ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റീം ബാത്ത് ചെയ്തതിന് ശേഷമാണ് സ്ക്രബ് ഇടുന്നത്. പിന്നെ ഫൈനൽ സ്റ്റെപ്പ് ശിരോധാര കൂടെ കഴിഞ്ഞപ്പോൾ എന്റെ അമ്മോ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെയായിരുന്നു. അപ്പൊ ഇതൊക്കെ പൈസയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നുള്ള ഡയലോഗൊക്കെ മാറ്റിവെച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ കുറച്ചെങ്കിലും സേവ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയും ഇതുപോലെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ കർക്കിടക മാസമൊക്കെ ആയില്ലേ, ഒന്ന് ട്രൈ ചെയ്യുമല്ലേ നമ്മുടെ ബോഡിക്കും മനസ്സിനും ഒരു റെജുവിനേഷൻ.